സർക്കാർ ആശുപത്രികളിലെ മരുന്നുക്ഷാമം സംബന്ധിച്ച ജനം ടി വി വാർത്തയിൽ ഇടപെടൽ. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലേക്കും മരുന്നെത്തിച്ച് ആരോഗ്യവകുപ്പ്. ജനം ടി വി വാർത്ത ശ്രദ്ധയിൽപ്പെട്ടെന്നും നടപടി സ്വീകരിച്ചെന്നും ആരോഗ്യമന്ത്രി. ജനം ടി വി ബിഗ് ഇംപാക്ട്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും കുറിപ്പുമായി ആശുപത്രി ഫാർമസിയിലെത്തുന്നവർ വെറും കൈയോടെ മടങ്ങുന്ന വാർത്ത നവംബർ 11 ജനം ടി വി സംപ്രേഷണം ചെയ്തിരുന്നു. സാധാരണക്കാരന്റെ വേദന കാണാത്ത സർക്കാരിനെതിരെ അമർഷം അണപൊട്ടി ഒഴുകുന്നതായിരുന്നു രോഗികളുടെ പ്രതികരണങ്ങൾ. ഫാർമസിയിലൊന്നും ഒരു സാധനമില്ല. നോക്ക് മേഡം, ആറെണ്ണം എഴുതുന്നതിൽ വേറെ 2 എണ്ണം മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി 3 എണ്ണം പുറത്തുനിന്നാണ്. മിനിഞ്ഞാന്ന് വന്നപ്പോഴും ഇതേ അവസ്ഥയായിരുന്നു. ഇല്ല, ഞാൻ 19 വർഷം കൊണ്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ ജില്ലാസ്പത്രിയിലും കയറി ഇറങ്ങുന്നതാണ്. ഇവിടെ ഫാർമസിയിൽ മണിക്കൂറോളം എന്ന് നോക്കിയിട്ട് കൗണ്ടറിൽ പോകുമ്പോൾ അവിടെ ഇല്ല മരുന്ന് വയ്ക്കാൻ പോകും. കാർണൂല് പോകുമ്പോൾ കാർണൂലില്ല, പിന്നെ ലാസ്റ്റിൽ പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത്. ഒരു മരുന്നും ഇല്ല ഇവിടെ. BP-യുടെ കൊളസ്ട്രോളിൻ്റെ ഇവിടെ നിന്ന് കിട്ടും, ബാക്കിയെല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കും. കൂലിപ്പണി 2ാമത്തെ അറ്റാക്ക് വന്നവരാണ്. ഇവിടെ 8 സൈസ് കിടന്നു, വേര് പറ്റി പോയിട്ട് വീണ്ടും കൊണ്ടുവന്ന് ചെക്കപ്പ് കഴിഞ്ഞ് ഇന്നും വന്നു. ഇനി ഇതപ്പുറത്ത് വാങ്ങിക്കാൻ പോയിക്കാണ്. ഇനി തരുമോ ദൈവത്തിനറിയാം. 10 ഐറ്റം എഴുതി, 4 ഐറ്റം കിട്ടി, 6 ഐറ്റം വെളിയിൽ നിന്ന്. ഇനിയിപ്പോൾ അതാ കൊടുത്തിട്ട് 10 ഐറ്റം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും എത്ര കിട്ടുമെന്നുള്ള അറിഞ്ഞൂടാ, കിട്ടിയിട്ട് പറയാം. 1-2 ഇവിടെ കാണാൻ, ബാക്കിയെല്ലാം പുറത്തുനിന്ന് തന്നെ വാങ്ങുന്നത്. അത് ഈ വില കൂടിയ സാധനങ്ങളൊക്കെ പുറത്ത്. ഈ വാർത്തയിലാണ് ആരോഗ്യവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ. ജനം ടി വി വാർത്ത ശ്രദ്ധയിൽപ്പെട്ടെന്നും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലേക്കും മരുന്നെത്തിച്ചതായും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഒരു വാർത്ത ഒരു മാധ്യമം കൊടുത്തതായി കണ്ട് ഞങ്ങൾ അന്ന് എല്ലാ ലിസ്റ്റും എടുത്ത് പരിശോധിച്ചിരുന്നു. ഗവൺമെന്റ് സപ്ലൈ ലിസ്റ്റിലുള്ള എല്ലാ മെഡിസിൻസും ഉറപ്പാക്കിയിട്ടുണ്ട്. അത് ഉണ്ടെന്നുള്ളത് എല്ലായിടത്തും ഉറപ്പാക്കിയിട്ടുണ്ട്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് വെയർ ഹൗസുകളിലും അതോടൊപ്പം തന്നെ മറ്റ് സ്റ്റോറേജ് സംവിധാനങ്ങളിലെല്ലാം തന്നെ മരുന്നുകൾ ആവശ്യത്തിനുണ്ട്. ഒരു തരത്തിലുള്ള ആശയവിനിമയത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. മോണിറ്റർ ചെയ്യുന്നുണ്ട് ഡിസ്ട്രിക്ട് തലത്തിലും. അതുപോലെ ആശുപത്രികളിൽ ഇതിന് പ്രത്യേകമായ ചുമതലയുണ്ട്. ആവശ്യമായിട്ടുള്ള മരുന്നുകൾ, എല്ലാ മരുന്നുകളും തന്നെ അവൈലബിൾ ആണ്, ലിസ്റ്റ് അനുസരിച്ചിട്ടുള്ളത് അവൈലബിൾ ആണെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമായി അടിയന്തര ചർച്ച നടത്തിയാണ് മരുന്നുകൾ എത്തിച്ചത്. പ്രത്യേക നിരീക്ഷണ സംഘത്തെയും ആശുപത്രികളിൽ നിയോഗിച്ചിട്ടുണ്ട്. അസുഖവുമായി ആശുപത്രിയിലെത്തി മണിക്കൂറുകളോളം വരി നിന്നാലും മരുന്ന് ലഭിക്കാതെ മടങ്ങേണ്ടി വരുന്ന രോഗികളുടെ ദുരവസ്ഥയ്ക്കാണ് ജനം ടി വി വാർത്തയിലൂടെ പരിഹാരമായത്. തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ നിതിനൊപ്പം രശ്മി കാർത്തിക, ജനം.